ഹായ്. അപ്പോൾ നമ്മുടെ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷ നമ്മൾ എടുത്തിട്ട് ഇന്നേക്ക് 2 വർഷവും 3 മാസവും കഴിഞ്ഞു. അതായത് 1,00,000 കിലോമീറ്റർ നമ്മൾ ഓടി പൂർത്തിയാക്കി. നമ്മൾ വണ്ടി എടുത്ത ഉടനെ നമുക്ക് ഓട്ടോ ഒക്കെ കുറവായിരുന്നു. നമ്മളൊരു 800 രൂപ 1000 രൂപ ആ റേഞ്ചൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഓടിയിരുന്നത്. പിന്നീട് നമുക്കൊരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല ഓട്ടം വന്നു തുടങ്ങി. പിന്നീട് നമ്മളൊരു 1500 മേലെ ദിവസവും ഓടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ 1,00,000 കിലോമീറ്റർ പൂർത്തിയാക്കി. അതായത് ഒരു മാസം നമ്മളൊരു 4000 കിലോമീറ്ററിന് അടുത്ത് വെച്ചിട്ട് നമ്മൾ ഓടുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി എടുത്തത് മുതൽ ഇതുവരെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല. യാതൊരു കംപ്ലൈന്റും, ഒരു ചെറിയ കംപ്ലൈന്റ് പോലും വന്നിട്ടില്ല. നമ്മൾ എല്ലാ മാസവും സർവീസിന്, അതായത് 10,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് നമ്മൾ സർവീസിന് വേണ്ടി മാത്രമാണ് കമ്പനിയുമായി സമീപിക്കുന്നത്. അതിൻ്റെ പുറമെ നമുക്ക് കമ്പനിയുമായിട്ട് യാതൊരു കാര്യത്തിലും ബന്ധപ്പെടേണ്ടി വന്നിട്ടില്ല. കാരണം നമുക്ക് യാതൊരു കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. എല്ലാ 10,000 കിലോമീറ്ററും നമ്മൾ സർവീസിന് കൃത്യമായിട്ട് പോകുന്നുണ്ട്. 15 വർഷം ഡീസൽ വണ്ടി ഓട്ടിയതിന് ശേഷമാണ് നമ്മളൊരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്തത്. അത് മോണ്ട്ര ആണ് അന്ന് തിരഞ്ഞെടുത്തത്. മോണ്ട്രക്കായിരുന്നു അന്ന് സൗകര്യങ്ങളൊക്കെ കൂടുതൽ, പിന്നെ കിലോമീറ്റർ റേഞ്ച് കൂടുതൽ, എല്ലാം മോണ്ട്രക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ അന്ന് മോണ്ട്ര തിരഞ്ഞെടുത്തു. അപ്പോൾ 2 വർഷവും 3 മാസവുമാണ് നമ്മളിപ്പോൾ മോണ്ട്ര ഓടിയത്. 15 വർഷം നമ്മുടെ ഡീസൽ വണ്ടിയിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയാത്തതൊക്കെ നമുക്ക് 2.5 വർഷം കൊണ്ട് നമുക്ക് ഈ ഇലക്ട്രിക് ഓട്ടോയിൽ നിന്ന് നമുക്ക് നേടാൻ കഴിഞ്ഞു. അന്ന് നമ്മൾ 15 വർഷം നമ്മൾ വണ്ടി ഓടിയെങ്കിൽ നമ്മൾ ജീവിച്ചു പോയി എന്നല്ലാതെ നമുക്ക് ഒന്നും തന്നെ ഒരു പൈസ പോലും, ഒരു 10,000 രൂപ പോലും നമുക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമുക്ക് അതല്ല സ്ഥിതി. നമുക്കൊരു 3 ലക്ഷം രൂപ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ 2.5 വർഷക്കാലം നമ്മൾ അടിപൊളിയായിട്ട് ജീവിച്ചു പോയി. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നുപോയി. ജീവിത ചെലവ്, അതേപോലെ കുട്ടികളുടെ പഠനം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ 2.5 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ വണ്ടി കൊണ്ട്, ഈ വണ്ടി ഓടിയിട്ടാണ് നമുക്ക് നടന്നു പോയത്. അതായത് നമ്മുടെ മോണ്ട്ര ഉപയോഗിച്ച് നമ്മൾ ഈ 2.5 വർഷം കൊണ്ട് ഒരു 12 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഓടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷ 2.5 വർഷക്കാലത്തോളം നമ്മൾ ഓട്ടിയതിൽ നമ്മൾ വളരെ സന്തുഷ്ടനാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 2.5 വർഷമായല്ലോ. അപ്പോൾ 2.5 വർഷത്തോടടുക്കുന്ന ഈ സമയത്ത് നമുക്ക് വണ്ടിക്ക് യാതൊരു പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റുകളോ വന്നിട്ടില്ല. മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ വണ്ടി എടുത്ത സമയത്ത് എങ്ങനെയാണോ വണ്ടി ഓടിയിരുന്നത് അതേപോലെ ഇപ്പോഴും വണ്ടി ഓടുന്നുണ്ട്. അതായത് വണ്ടിയുടെ വലിയുടെ കാര്യത്തിലും അതേപോലെ തന്നെ വണ്ടിയുടെ കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന കാര്യത്തിലൊക്കെ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് 160 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. അതേപോലെ ഏത് കുത്തനെയുള്ള കയറ്റവും ഇപ്പോഴും കയറാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. വണ്ടിയായി എടുത്ത സമയത്ത് എങ്ങനെ ആ കയറ്റങ്ങളൊക്കെ കയറിയിരുന്നു അതേ രീതിയിൽ തന്നെ ഏത് കുത്തനെയുള്ള കയറ്റങ്ങളും, ഞാൻ പറയും ആകാശത്തേക്ക് റോഡ് ഉണ്ടാക്കി തന്ന അവിടേക്ക് വേണമെങ്കിൽ നമ്മുടെ വണ്ടി കയറി പോകുമെന്ന് പറയും. അപ്പൊ അത്രയും നമ്മുടെ ഉഷാറായിട്ട് പെർഫോമൻസ് ഒക്കെ ഉഷാറാണ്. നമ്മൾ വണ്ടി എടുത്ത സമയത്ത് നമുക്ക് ഓട്ടോ ജീവിതം എന്ന രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കുറച്ചു കാലം നിന്നപ്പോൾ അതൊക്കെ കുറഞ്ഞു വന്നു. അത് കാരണം, ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഓട്ടം തന്നെ ഉണ്ടായിരുന്നു. നല്ല ഓട്ടം ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാനൊന്നുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് ശരിക്കും വീഡിയോ എത്രയോ കുറഞ്ഞു പോയത്. നമ്മൾ ഈ ഓട്ടോ എടുക്കുമ്പോൾ നമ്മുടെ യൂട്യൂബും അതേപോലെ തന്നെ നമ്മുടെ വണ്ടി ഓട്ടവും ഒരേപോലെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മുടെ യൂട്യൂബ് കുറച്ച് പിറകിലോട്ട് പോയി. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ വലിയ വരുമാനമൊന്നും കിട്ടുന്നില്ല. കാരണം വളരെ വീഡിയോ ഒക്കെ വളരെ കുറവാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്കൊന്ന് യൂട്യൂബ് ഒന്നുകൂടി ഉഷാറാക്കി എടുക്കണമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. എല്ലാ ദിവസവും കരുതുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ ഓട്ടോ ജീവിതവും അതേപോലെ തന്നെ ഈ ഓട്ടോറിക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ നമ്മുടെ ക്രാഫ്റ്റും അതേപോലെ നമ്മുടെ യാത്രയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും യൂട്യൂബിലേക്ക് സജീവമായിട്ട് തന്നെ തിരിച്ചു വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക് ഓട്ടോ നമ്മുടെ മോണ്ട്ര എടുത്തപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യാൻ വന്ന സ്ഥലം തന്നെയാണിത്. ഇതൊരു മലയുടെ മുകളിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ വീഡിയോ ചെയ്തത്. ഇന്നും നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് തന്നെ കയറി വന്നതാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ ഈ മലയുടെ മുകളിലേക്ക് കയറി വന്നത്. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.